ഹലോ എവരിവൺ. അർഷാദ് അടുത്ത മാസം നാട്ടിൽ പോവാണ്. അപ്പൊ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയി ചെറുതായിട്ട് ഒരു പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് പർച്ചേസിംഗ് ഒന്നല്ല, ഒന്ന് പുറത്ത് പോവാ, കൂട്ടത്തിൽ എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ വാങ്ങാം. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അസ്രപ്പിച്ചാനുണ്ട് ആളരയില് പട്ടക്കെട്ടി നിൽക്കണ്. ആളൊരു ജിംനാസിക്കാണ്, പണി കഴിഞ്ഞ് വരുന്ന വഴിയാ. അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഒരുങ്ങി കെട്ടി ഇറങ്ങി. വണ്ടിയാണെങ്കിൽ സുനിക്കുട്ടം കൊണ്ടേക്കുക. അങ്ങനെ അവൻ വരുന്നവരെ കുറച്ചേരം ഞങ്ങൾ പോസ്റ്റ് ആയി നിന്ന്. അപ്പോഴാണ് മുബാറക്കിനാണ്ട് നമ്മുടെ ചങ്ങയ്യ വീഡിയോയിൽ ആദ്യമായിട്ട് വരുന്നത്. അതിന്റെ ചെറിയൊരു ഷെയ്യുണ്ട് എനിക്ക്. പിന്നെ നമ്മുടെ അയൽവാസി ബഹുമാനിയനായ സാദിക്ക് വരുന്നത്. ആള് ഫുഡ് അടിക്കാൻ വേണ്ടി പോണ വഴിയാ. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബാബുക്ക് ഡ്യൂട്ടി കഴിഞ്ഞെത്തി. അങ്ങനെ ബാബുക്കാനോട് വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് സുനിക്കുട്ടൻ വിളിച്ചത് ഓഫീസിന് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഓഫീസിനോട് പോകുമ്പോഴാണ് അഫ്സൽഖാനാണ്ട്. അഫ്സൽക്ക് പൈസ കടച്ചിട്ട് ഇപ്പൊ വരുന്നുള്ളൂ. അങ്ങനെ അവൻ വണ്ടി ഓടുന്നു. എന്നോട് ചോദിച്ചു നീ വരുന്നുണ്ടോന്ന്. അവൻ പറഞ്ഞു ഇല്ല, ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല, പണി കുറച്ചുകൂടി ബാക്കിയുണ്ടെന്ന്. ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും. പിന്നെ അവനോട് യാത്ര പറഞ്ഞ് ഞാൻ നേരെ വണ്ടി കയറി. പിന്നെ ഗേറ്റിന്റെ അവിടെ നഷ്റൂഖാനെ കയറ്റാണ്ടായിരുന്നു. അങ്ങനെ മൂപ്പരിങ്ങിട്ട് ഞങ്ങൾ നേരെ പോയി. ഞങ്ങൾ ഇവിടുക്ക പർച്ചേസിങ്ങിന് വന്നു, ഗ്രീൻ ഹൗസിക്ക്. എന്തെങ്കിലും വാങ്ങിട്ട് പോവാന്നുള്ള മൈൻഡിൽ വന്നാ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി. അഷോർക്ക് ഒരു വഴിക്ക് പോയി, ഞങ്ങൾ വേറെ വഴിക്കും. അങ്ങനെ ഞാൻ ഈ സാധനം ഉന്തി കൊണ്ട് കിടക്കണേ. പക്ഷെ അതാണെങ്കിൽ ഒന്നും വാങ്ങിയിരുന്നില്ല. ആദ്യമായിട്ട് ഇതിന്റെ ഉള്ളിൽ വരുന്നത് അവനക്ക് വലിയ ലൈക്കായില്ല. അങ്ങനെ എല്ലായിടത്തും കറങ്ങി അവസാനം ഞങ്ങൾ ടോയ്സിന്റെ സെക്ഷനിലെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ എത്ര വലിയ ആളാണെങ്കിലും ചെറിയ കുട്ടികളെ മനസ്സാവും. പിന്നെ ആർ സി കാർ എന്തൊക്കെ കാണുമ്പോൾ ഒന്ന് ഓടിച്ചു നോക്കാനും പൂതിയാവും. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം അവിടെ കറങ്ങി തിരിഞ്ഞ് നേരെ മേലെ കയറി. അവിടുന്ന് വലിയ ലൈക്കൊന്നും ആയില്ല ഹർഷാന്. അങ്ങനെ അവിടുന്ന് ഒന്നും എടുത്തില്ല. എല്ലാ ഡ്രസ്സും അതിന്റെ വിലക്ക് നോക്കിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങിയാടേക്ക്. അതിന് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അശോകയുടെ പർച്ചേസിംഗ് കഴിഞ്ഞ് ആൾ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി ഞങ്ങൾ നേരെ തിരിച്ച് കമ്പനിക്ക് പോകണം. എനിക്ക് ഫുഡ് കഴിക്കാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് അവീറി പോവാന്ന്. അങ്ങനെ നേരെ അവീറി പോയി. ഫുഡിനൊക്കെ ഓർഡർ കൊടുത്ത് ഞങ്ങൾ കുറച്ചേരം ഒന്ന് പുറത്തിറങ്ങി നിന്ന്. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നേരെ കമ്പനിക്ക് തന്നെ വന്ന്. അപ്പൊ ഓക്കെ ഹലാസ്.